അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ പതിവില്ലാത്ത കാഴ്ചകളാണ് ഇന്നത്തെ ദിവസം. അത് എത്ര ദിവസം മുമ്പ് മുതൽ ആണ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്നലെ മുതൽ ഇങ്ങോട്ട് വലിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. BJP ഈ വ്യത്യാസത്തോട് പ്രതികരിക്കുന്ന സമീപനം കാണുമ്പോൾ ഇതുവരെ കാണാത്ത കാഴ്ചകളായതുകൊണ്ട് ഒരു കൗതുകം തോന്നുന്നുണ്ട്. BJPക്ക് മറുപടി പറയേണ്ടി വരുന്നുണ്ട്. പ്രതിരോധത്തിലായി എന്ന് ആളുകളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിരുന്ന BJP ഇപ്പോൾ മറ്റുള്ളവരുടെ അജണ്ടയ്ക്ക് മുന്നിൽ ഉത്തരം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അമിത്ഷായെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് BJPയുടെ പ്രവർത്തികളെ കൊണ്ട് തെളിയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ സൂചനയാണ് സർ? എന്തിന്റെ സൂചനയാണ് എന്നുള്ളത് ശ്രീ KJ ജേക്കബ് സാർ ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയല്ലാതെ ഈ അവസരത്തിൽ മറ്റു മാർഗങ്ങളൊന്നുമല്ല കരണീയം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ശ്രീ അനിൽകുമാർ ഇതൊരു വിധിയാണ് എന്നിവിടെ പറഞ്ഞു വെച്ചതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ഇത് വിധിയല്ല, ഇത് ഇന്ററിയം ബെയിലാണ്, ഇടക്കാല ജാമ്യം മാത്രമാണ്. 21 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ജയിലിനകത്തേക്ക് തന്നെ കയറണം. അതുപോലെ ശ്രീ അനിൽ ബോസ് പറഞ്ഞു തിരിച്ചു പോകേണ്ടി ഒന്നും വരില്ല, ചിലപ്പോൾ ഇതിന്റെ വിചാരണ നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്നും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ വളരെ വ്യക്തമായി കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് പുറത്തേക്ക് വിടുമ്പോൾ, ഇത് the grant of the interim bail will not be treated as an exemption of opinion of the merits of the case or the criminal appeal which is pending consideration before us. മെരിറ്റ് കൊണ്ടല്ല, കേസുമായി ബന്ധപ്പെട്ട മെരിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല പുറത്തുവിടുന്നത്, ഇന്ററിയം ബെയിൽ അനുവദിക്കുന്നത് എന്ന് കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തുമായി ബന്ധപ്പെടുത്തി അല്ല പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായ നിബന്ധനകളിലൂടെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാൽ നോട്ട് വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോലും കയറരുത്. ഓഫീസ് മാത്രമല്ല, ഡൽഹി സെക്രട്ടേറിയറ്റിൽ പോലും കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി ഷാൽ നോട്ട് സൈൻ ഒഫീഷ്യൽ ഫയൽസ്, ഒഫീഷ്യലായിട്ടുള്ള ഒരു ഫയലിൽ ഒപ്പുവെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വിൽ നോട്ട് മേക്ക് എനി കമന്റ് വിത്ത് റിഗാർഡ് ടു ദി റോൾ ഓഫ് ദി പ്രസന്റ് കേസ്. ജയസൂര്യൻ, ഇതൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇതല്ല അജണ്ട മാറി. അത് താങ്കൾ ഒന്നുകൂടി ഓർക്കണം. എൻ്റെ ചോദ്യം അതുകൊണ്ട് അതിനെക്കുറിച്ചായിരുന്നു. അത് മാറി. അതിനുശേഷം ഇന്നിപ്പോൾ അമിത്ഷാ ഉത്തരം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. താങ്കൾ അത് 1 മിനിറ്റായി തൊട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഹി വിൽ നോട്ട് ഹാവ് ആക്സസ് ടു ഒഫീഷ്യൽ ഫയൽസ്. വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള നിബന്ധനകൾക്ക് കീഴിൽ 21 ദിവസത്തേക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടത് അത്യസാധാരണമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. കോടതിയുടെ ഈ നടപടിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഹേമന്ത് സോറനും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ കൊടുക്കണം, അതൊക്കെ കിട്ടണം. അങ്ങനെ അകത്ത് കിടക്കുന്ന എല്ലാവർക്കും ഈ മര്യാദ ഇതേപോലെ കോടതികൾ അനുവദിക്കുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ ഇദ്ദേഹം പുറത്തേക്ക് വന്നതോടുകൂടി ഈ ചിത്രം മാറി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ സുരക്ഷിതമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിത്രം മാറ്റാൻ കഴിഞ്ഞില്ല. 2015 അദ്ദേഹം അധികാരത്തിൽ വന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ എല്ലാവരും പറഞ്ഞിരുന്നു ഡൽഹി തൂത്തുവാരും എന്ന്. പക്ഷെ അന്ന് 0 സീറ്റാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയത്. അന്ന് അദ്ദേഹത്തിന്റെ പേര് അണ്ണാ ഹസാരെയുടെ ശിഷ്യൻ മിസ്റ്റർ ക്ലീൻ എന്നായിരുന്നു. അങ്ങനെ അണ്ണാ ഹസാരെയുടെ മുഴുവൻ ഊർജവും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി മിസ്റ്റർ ക്ലീനായി 4 വർഷക്കാലം ഡൽഹി ഭരിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റിൽ പോലും ആം ആദ്മി പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് അന്നത്തെ ചിത്രമെങ്കിൽ ഇന്ന് ഇത്രയധികം കുറ്റാരോപിതമായി ജയിലിൽ കിടക്കുന്നു. ഇവിടെ ഞങ്ങളല്ലല്ലോ അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്. ജയിലിലേക്ക് അയക്കാൻ കാരണക്കാരൻ ആരാണ്? കോൺഗ്രസിന്റെ ഡൽഹി PCC പ്രസിഡന്റ് അനിൽ ചൗധരി. അദ്ദേഹം കൊടുത്ത കേസാണ്. തുടർന്നിങ്ങോട്ട് അല്ല, ഇപ്പോ തിരിച്ചു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് രാജ്യത്തോട് പറഞ്ഞത് എന്നതിന് മിനിറ്റുകൾക്കകം അമിത്ഷാ ഓടി വന്ന് മറുപടി പറയേണ്ടി വന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ, ജയസൂര്യൻ പറഞ്ഞതുപോലെ അമിത്ഷായ്ക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് അഴിച്ചുവിട്ടാൽ പോരായിരുന്നോ? എന്തിനാണ് BJP അങ്ങനെയല്ല, പ്രധാനമന്ത്രിമാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമമില്ല എന്നൊക്കെ ഇവിടെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്?
പ്രധാനമന്ത്രിമാരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമവും തീരുമാനവും BJP എടുത്തിട്ടുണ്ട് എന്നുള്ള കള്ളം കേജ്രിവാൾ പറഞ്ഞതുകൊണ്ടാണ് അതിന് മറുപടി അമിത്ഷാ കൃത്യമായി പറഞ്ഞത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണ് KJ ജേക്കബും അനിൽകുമാറും ഒക്കെ ഇവിടെ പറഞ്ഞത്. അത് BJPയോട് ഇങ്ങനെ അല്ലാതെ പറ്റില്ല എന്നാണ്. അതെ, അതാണല്ലോ ജേക്കബ് പറഞ്ഞത്, BJPയോട് ഇങ്ങനെ അല്ലാതെ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ BJPയെ നേരിടൂ. BJPയെ നേരിടാൻ വേണ്ടി ഇപ്പോ കോൺഗ്രസിനും അതുപോലെ CPIM-നും ഒക്കെ വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുകയാണല്ലോ കേജ്രിവാൾ പുറത്തേക്ക് വന്നതോടെ. നമ്മുടെ നാടൻ ഭാഷയിൽ കേരളത്തിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ പാണ്ടിലോറി മറിക്കാൻ വേണ്ടി തവള മസിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ ഒരു തവളയം കൊണ്ട് വന്നിരിക്കുകയാണ് പാണ്ടിലോറി മറിക്കാൻ. ഇപ്പൊ ഈ തവളയെ പിടിച്ച് അകത്തിടണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തവളയെ പിടിച്ച് അകത്തിടണ്ടായിരുന്നു, ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി എന്ന് തോന്നുന്നുണ്ടോ? ഒന്നും ആവില്ല, അതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. കേജ്രിവാളിനെ മുൻനിർത്തിക്കൊണ്ട് ഈ സമരം നയിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കോൺഗ്രസിന്റെ MP-മാരെ വിജയിപ്പിക്കാൻ വേണ്ടി കേജ്രിവാളിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? കാരണം കോൺഗ്രസിന്റെ PCC പ്രസിഡന്റാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തത്, തുടർ നടപടികൾ ഉണ്ടായത്, ഇപ്പോൾ അദ്ദേഹം അത്തുപോയത്. അപ്പോൾ കോൺഗ്രസ് തയ്യാറാകുമോ എന്ന് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ല, ഇന്ന് കേജ്രിവാൾ തന്നെ പറയുന്നുണ്ട്, അഴിമതിക്കാരായ ആളുകളെയൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടിച്ചു കൊണ്ടുവന്ന് ഉപമുഖ്യമന്ത്രിയാക്കാൻ BJPക്ക് ആകുമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ? ഇതിനെ നേരിടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ പ്രതിപക്ഷം തയ്യാറാകില്ലേ? തീർച്ചയായിട്ടും CPIM പോലെയുള്ളവർ തയ്യാറാവണം. ഇപ്പൊ ഹനുമാൻ ചാലിസ് ചൊല്ലുകയും ഹനുമാന്റെ പേരിൽ അണയിടുകയും ചെയ്യുന്ന കേജ്രിവാളിനെയും ഹനുമാനെയും സ്തുതിക്കാൻ CPM തയ്യാറാകുന്നത് സ്വാഗതാർഹമാണ്. ലക്ഷ്മി ദേവിയെയും കുമാരനെയും നോട്ടിൽ അച്ചടിക്കണമെന്ന് പറയുന്ന അതേ കേജ്രിവാളിനെ വീണ്ടും പ്രശംസിക്കാൻ CPIM തയ്യാറാകുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇതൊക്കെ മോശപ്പെട്ട കാര്യമായിട്ട് BJP കാണുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേജ്രിവാൾ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമായി BJPക്ക് എന്ന് മുതലാണ് തുടങ്ങിയത്? ഇത് മോശപ്പെട്ടതല്ലെന്ന്, ഇത് നല്ല കാര്യമാണ്. അത് CPIM കൂടെ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പൊ കേജ്രിവാൾ എന്ത് ചെയ്യുന്നോ അത് അനുവർത്തിക്കാൻ CPM തയ്യാറാണ് എങ്കിൽ, കോൺഗ്രസ് തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചല്ലോ, ഞാൻ മാത്രം അകന്ന് കിടന്നാൽ പോരാ, പിണറായി വിജയനെ പിടിച്ചിടണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പിണറായി വിജയനെ അകത്തിടാൻ വേണ്ടിയിട്ടുള്ള സമരവും നമുക്ക് ഉടനെ ആരംഭിക്കണ്ടേ? പക്ഷെ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്കും മണിശങ്കർ അയ്യർക്കും ഒക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ, അവരെ കൊണ്ട് വർത്തമാനം പറയിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ, ഇപ്പോഴത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒട്ടും വിലയില്ല എന്ന് അങ്ങ് തന്നെ പറയുന്ന ഒരു പ്രാധാന്യമില്ലാത്ത അഴിമതിക്കാരനായ ഒരു മനുഷ്യന്റെ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരാളുടെ വാക്കുകൾക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. ചർച്ചകളിൽ മുഴുവൻ സമയം അതിനുവേണ്ടി ചെലവാക്കേണ്ടി വന്നിരിക്കുന്നു. അല്ല, ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങൾക്കല്ല, ഇവിടെ കോൺഗ്രസിനാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത 21 ദിവസം രാഹുൽ ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കോൺഗ്രസ് എന്ത് അധ്വാനിക്കേണ്ടി വരുമെന്നറിയാമോ? ഇപ്പൊ ചിത്രത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല, കോൺഗ്രസ് ഇല്ല, ചിത്രത്തിൽ അരവിന്ദ് കെജ്രിവാളേ ഉള്ളൂ. അപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ആരെയെങ്കിലും പ്രധാനമന്ത്രിയാക്കാൻ, അങ്ങനെ ഒരു കാര്യം അരവിന്ദ് കെജ്രിവാൾ അല്ല, നിങ്ങൾക്കുമുണ്ടല്ല പ്രശ്നം. ഇന്നു മുതൽ നിങ്ങൾ മറുപടി പറയണ്ടേ? നരേന്ദ്രമോദി 75 വയസ്സ് കഴിഞ്ഞാൽ അദ്വാനിയെ പോലെ മാറി നിൽക്കണ്ടേ? മുരളി മനോഹർ ജോഷിയെ പോലെ മാറി നിൽക്കണ്ടേ? യശ്വന്ത് സിൻഹയെ പോലെ മാറി നിൽക്കണ്ടേ? നിങ്ങൾ മറുപടി പറയണ്ടേ? അമിത്ഷായാണോ പകരം വരാൻ പോകുന്നത്, അതോ ആദിത്യനാഥാണോ യോഗിയാണോ വരാൻ പോകുന്നത്? നിങ്ങൾ മറുപടി പറയണ്ടേ? ചർച്ച അവിടെ നടക്കണ്ടേ? ഇനി ഈ നരേന്ദ്രമോദിക്ക് 75 വയസ്സായി കഴിഞ്ഞു പോലെ ഈ ചർച്ചയൊക്കെ, അതിന് ഇനി 1 വർഷവും കൂടെ ബാക്കിയുണ്ട്. അല്ല, 5 വർഷത്തേക്കാണല്ലോ നിങ്ങൾ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. BJPക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ലല്ലോ, അത് സംഭവിക്കില്ലല്ലോ. അപ്പോൾ അങ്ങേക്ക് തന്നെ അറിയാം, അങ്ങീ പറഞ്ഞ മറുപടിയിൽ തന്നെ ഉണ്ട് 1 വർഷം കഴിഞ്ഞാൽ ഇത് ചർച്ച ചെയ്യേണ്ടി വരും എന്ന്. അങ്ങനെയല്ലേ? അങ്ങനെയല്ല, അത് വ്യക്തമായിട്ട് അമിത്ഷാ പറഞ്ഞു, ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, അത് നരേന്ദ്രമോദി തന്നെയാണ്. അതെന്താണ് മറ്റുള്ളവർക്കുള്ള അദ്വാനിജിക്കുള്ള ഒരു നിയമം നരേന്ദ്രമോദിജിക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? അത് നിയമമല്ലല്ലോ, എവിടെ എഴുതിയിരിക്കുന്നത്, ഏത് ഭരണഘടന? അതൊരു കീഴ്വഴക്കമല്ലേ? BJP അങ്ങനെയല്ലേ വ്യത്യസ്തമായ ഒരു പാർട്ടിയാകുന്നത്? ആ വ്യത്യസ്തത ഇവിടെ കാണിക്കണ്ടേ? ഈ ചർച്ച വഴിതിരിച്ച് അങ്ങനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കും തോറും നിങ്ങളുടെ മുന്നണി, ഇന്ത്യ മുന്നണി ശിഥിലമാവുകയാണ്. ഇല്ല, ഇത് ഇന്ത്യ മുന്നണിയുടെ ചർച്ചയല്ല, ഇത് കൈരളി ന്യൂസിന്റെ ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന പരിപാടിയാണ്. ഇന്ത്യ മുന്നണിയുടെ ചർച്ചയൊന്നും അല്ല. ഞങ്ങൾ അങ്ങ് സഹിക്കാം, പക്ഷെ അങ്ങ് മറുപടി പറയൂ. അല്ല, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇന്ത്യ മുന്നണിയുടെ ചാനലാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാവിയെ കുറിച്ചാണ് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ.